ഒൺലി ഫോർ ലവ് എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം മേക്കപ്പ് കുറവാണെന്ന് തോന്നിയതിനാൽ അന്ന് കുറച്ച് നന്നായി മേക്കപ്പ് ഒക്കെ ഇട്ടാണ് ഷുയി ഓഫീസിലെത്തിയത്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അവൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ എങ്ങനെയോ ഡ്രെയിനേജ് ലീക്കായി ആകെ പ്രശ്നമായതിനാൽ തലേന്ന് രാത്രി നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അത് ശരിയാകുന്നവരെ മറ്റൊരു താമസസ്ഥലം അന്വേഷിക്കണം എന്നൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ പറയുന്നു. തലേന്ന് രാത്രി സ്റ്റാറ്റസ് ഇട്ടിട്ട് ഷുയിയെ കണ്ടില്ല എന്നവൾ ചോദിക്കുന്നുണ്ട്. ഷുയിക്ക് തലേന്ന് രാത്രി അതിനൊന്നും ആയിരുന്നില്ലല്ലോ സമയം. സംസാരിക്കുന്നതിനിടയിലാണ് അവൾ മേക്കപ്പ് കൂടുതൽ ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷുയി എന്ത് മറുപടി നൽകണമെന്നറിയാതെ ആകെ തപ്പിത്തടയുന്നു. അപ്പോഴേക്കും ഞാനൊരു കോൾ വരുന്നതിനാൽ അവൾ രക്ഷപ്പെട്ടു. ഷിയാനും അന്ന് വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഓഫീസിലെ ഫയൽ ചെക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടെ പുഞ്ചിരിക്കുന്ന കണ്ട് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചോ എന്ന് അവിടെ ഉണ്ടായിരുന്ന യുവും ഗുവാൻജിയും അന്വേഷിക്കുന്നു. പുതിയൊരു ബിസിനസ് ഡീൽ റെഡിയാവുന്നതിൻ്റെ സന്തോഷമാണെന്നാണ് അവൻ പറഞ്ഞത്. അന്ന് ടൈം കിട്ടിയപ്പോഴൊക്കെ അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവളും ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവൻ അയച്ചു കൊടുത്തിട്ട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊമാൻസായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. സമയം ഒത്തു കിട്ടിയപ്പോൾ ഷിയെ ഷുയുടെ അടുത്ത് ചെന്നിരുന്ന് യുവിനുള്ളതുപോലെ അവൾക്ക് തിരിച്ച് അവരോട് താല്പര്യമുണ്ടോയെന്ന് അറിയാൻ ശ്രമിക്കുന്നു. നല്ല ഫ്രണ്ടായിട്ട് മാത്രമാണ് യുവിനെ കാണുന്നത്. അതിനപ്പുറം ഒരു താല്പര്യമില്ല എന്ന് ഷുയി തുറന്നു പറയുന്നു. ഇത്രയും നാൾ ആളാരാണ് എന്നറിയാതെ അവരുടെ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഷിയെ അന്ന് തിരിച്ചാണ് ശ്രമിച്ചത്. മാത്രമല്ല ഷുയിക്ക് താല്പര്യമുള്ള ഏതോ അങ്കിളുമായിട്ടുള്ള റിലേഷൻ സ്വന്തം അങ്കിളാണെന്നുള്ള കാര്യം അറിയാതെ അവൾ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അവൾക്ക് യുവിനോട് താല്പര്യമുള്ള കാര്യം ഷുയിക്കും മനസ്സിലായിരുന്നു. അവർ തമ്മിൽ നല്ല മാച്ചാണെന്ന് അവളും പറയുന്നുണ്ട്. ഷിയെ ഹാപ്പിയായി എന്ന് പറയണ്ടല്ലോ. ഗുവാൻജി അന്ന് വൈകിട്ട് റുവോയെ പിക്ക് ചെയ്യാൻ ചെല്ലുന്നു. ആദ്യം അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ ഒപ്പം വണ്ടിയിൽ കയറുന്നു. പതിവില്ലാതെ അവൻ കുറച്ച് പൂക്കൾ അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അതവളെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ പുതിയൊരു താമസസ്ഥലം അന്വേഷിക്കുകയാണല്ലോ. അവളുടെ സ്റ്റാറ്റസ് കണ്ട് ഷിയാന്റെ അസിസ്റ്റന്റ് ഷെൻ അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് അവൾക്ക് റെഡിയാക്കി കൊടുക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ളതാണെങ്കിലും അവൾക്ക് കുറഞ്ഞ റേറ്റിൽ നൽകാമെന്ന് അയാൾ പറയുന്നു. ഇന്നലെ രാത്രി മുഴുവൻ അവൻ തനിക്ക് സമാധാനം നൽകാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്നും ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ഷെന്നിന് തന്നോട് താല്പര്യമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. താല്പര്യമുണ്ട് എന്നവൻ സമ്മതിക്കുന്നു. അവനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് അവൾക്ക്. ഡേറ്റ് ചെയ്ത് കളിച്ചു നടക്കാനുള്ള പ്രായമല്ല. അതുകൊണ്ട് തമാശയ്ക്ക് വേണ്ടി റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് അവൻ തയ്യാറാണോ എന്ന് അവൾ ചോദിക്കുന്നു. തയ്യാറാണെന്ന് അവൻ പറഞ്ഞപ്പോൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ അവൾ ക്ഷണിക്കുന്നുമുണ്ട്. ഷുയി രാത്രി ഡിന്നർ കഴിക്കാനിരുന്നപ്പോൾ ഷിയാന് മെസ്സേജ് അയക്കുന്നു. അവൻ അപ്പോഴും ഓഫീസിൽ തന്നെയാണ്. തിരക്കാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവനോട് പറയാതെ അവനുള്ള ഫുഡ് അവൾ ഓർഡർ ചെയ്യുന്നു. അവനുള്ള ഫുഡ് അവിടെ എത്തുന്നവരെ അവളും കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഷിയാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ അവളെ വീഡിയോ കോൾ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഗുവാൻജി റുവയെ ഡിന്നറിൽ കൂട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അടുത്ത വീക്കെൻഡിൽ അവൾ ഫ്രീ ആണെങ്കിൽ വീണ്ടും ഹോഴ്സ് റൈഡിങ്ങിന് പോയാലോ എന്നവൻ ചോദിക്കുന്നു. വേറെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മറിയപ്പോൾ അവൻ അതിൻ്റെ അടുത്ത ആഴ്ച ഫ്രീ ആണോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പിലായിരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി നൽകുന്നില്ല. അതവളെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ കഴിക്കുന്നതൊക്കെ മതിയാക്കി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും അവൾ അത് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആയി ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. പോകുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു. അവളുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് അവനും. ഷിയാൻ അന്ന് വീട്ടിലെത്തിയപ്പോൾ ഷിയെ എന്തൊക്കെയോ വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് മയങ്ങുന്നത് കാണുന്നു. അവൻ വന്ന ശബ്ദം കേട്ട് അവൾ ഉണർന്നപ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. മുമ്പ് ജോലിയുടെ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാതിരുന്ന അവൾ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പോലും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് കണ്ട് അവൻ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. നിന്റെ സീനിയർ എന്തായാലും നിന്നെ വളരെ നന്നായി തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ കയറിപ്പോയത്. സീനിയർ എന്ത് ചെയ്തു എന്ന് ഷിയയ്ക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ഓഫീസിൽ ഷിയയെ കാണാനായി നേരത്തെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ചോക്ലേറ്റ് പയ്യൻ വരുന്നുണ്ട്. അവൾ എഴുതിയ റിപ്പോർട്ട് ഇഷ്ടപ്പെട്ടാണ് അവൻ അവളെ കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അവൻ ശരിക്കും അവളെ പിടിച്ചിരിക്കുന്നെന്ന് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാകും. അവൾക്ക് അവനെ ഒരു പരിചയവുമില്ല. പേര് പറഞ്ഞ് അവൻ സ്വയം പരിചയപ്പെടുന്നു. സംസാരിക്കാനാണ് വന്നതെന്ന് അവൻ അറിയിക്കുന്നു. ഒരു പരിചയമില്ലാത്ത ഒരുത്തം വന്ന് ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ട് അവൾ ഒന്ന് അമ്പരക്കുന്നു. അടുത്ത 2 ആഴ്ചത്തേക്ക് എൻ്റെ ഷെഡ്യൂൾ ഫുള്ളാണ് എന്ന് പറഞ്ഞ് ഫോണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കാണിച്ച് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൾ ഫ്രീ ആകുന്നവരെ കാത്തിരിക്കാൻ അവൻ തയ്യാറാണെന്ന് പറയുന്നു. അവൻ ഇത്ര കാര്യമായി നിൽക്കുന്ന കാരണം അവൾക്ക് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അവൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരം ഉടനെ തന്നെയുണ്ട്. വരുന്ന വെള്ളിയാഴ്ച ഒരു ലൈവ് പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. അന്ന് മീഡിയ റെപ്രസെൻറ്റേറ്റീവായി അവളെ മാത്രം ക്ഷണിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അവിടെ എത്തണം. സ്ഥലം എവിടെയാണെന്ന് പിന്നീട് മെസ്സേജ് അയച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിക്കുന്നു. ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടി അവളുടെ വീചാറ്റ് ഐഡി അവൻ ചോദിക്കുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അത് ആരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നു. ഷുയി വിവരം പറഞ്ഞപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന യുലിംഗ് പോലും പറഞ്ഞത് പല സൈക്കോയുമായിരിക്കും, സൂക്ഷിക്കണം എന്നാണ്. നിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നൽകിയില്ലല്ലോ എന്ന് ഞാനും പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഷുയിക്ക് പക്ഷെ അവന് കുഴപ്പമൊന്നുള്ളതായി തോന്നിയില്ല. അവൾ തിരികെ സീറ്റിൽ ചെന്നിരിക്കുന്ന സമയത്താണ് ഷിയെ ക്ലാസ്സിന് പോകാനായി ഇറങ്ങിയത്. ഷുയി ഇന്റർനെറ്റിൽ ഇയാങ്ങിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ആ പേരുള്ള ഒരുപാട് ആളുകളെ കണ്ടതല്ലാതെ അവനെക്കുറിച്ചൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഷിയെ കോളേജിൽ എത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. പ്രൊഫസർ യുവിന്റെ ക്ലാസ്സിന് അവൾ പതിവായി വരുന്നത് ശ്രദ്ധിച്ച് നേരത്തെ തന്നെ അവളോട് ചെറിയ താല്പര്യം തോന്നിയൊരു പയ്യൻ അവൾക്ക് വേണ്ടി ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതവൻ തനിക്ക് വേണ്ടി തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ നന്ദി പറയുന്നു.
ഈഷങ് എന്നാണ് അവൻ്റെ പേര്. ഇപ്പോഴാണ് അവൻ പേരൊക്കെ പറഞ്ഞ് അവളെ പരിചയപ്പെടുന്നത്. അതേപോലെ അവളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുന്നു. ജേർണലിസ്റ്റാണ്, ഈ ഒരു ക്ലാസ്സിന് മാത്രമാണ് വരാറുള്ളത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും അവൾക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെക്കാം എന്നവൻ വാക്ക് കൊടുക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് യു ക്ലാസ്സിലേക്ക് വന്നത്. അവൻ ക്ലാസ്സിൽ തുടങ്ങിയ ശേഷവും ഷിയെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയതിനെക്കുറിച്ച് യൂഷങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവർ തമ്മിൽ അത്ര ക്ലോസ് ആയി സംസാരിക്കുന്നുണ്ടപ്പോൾ യുവിന് ചെറിയ അസൂയ ഫീൽ ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോഴും യൂഷങ് അവളോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും യു പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഷിയയ്ക്ക് അവനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാനന്ന് ഓഫീസിൽ നിന്ന് പോകാൻ ടൈമായപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടുന്ന കണ്ട് എന്താണ് കാര്യമെന്ന് ഷുയി അന്വേഷിക്കുന്നു. മറ്റൊരു താമസസ്ഥലം റെഡിയായി, അതിൻ്റെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫ്രണ്ട് വഴിയാണ് റെഡിയായതെന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട് ഷെൻ ആണെന്നോ അവനുമായി റിലേഷൻ തുടങ്ങിയെന്നോ ഒന്നും അവൾ പറയുന്നില്ല. ഷുയിക്ക് എന്തൊക്കെയോ ജോലി ബാക്കിയുണ്ടായിരുന്നതിനാൽ അന്ന് അവൾ ഓവർ ടൈം ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഷിയാന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവനും ഓഫീസിൽ തന്നെയാണ്. രണ്ടുപേർക്കും തിരക്കായതിനാൽ വീക്കെൻഡിൽ തമ്മിൽ കാണണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആശ്വസിക്കുന്നു. രാത്രിയായപ്പോഴും അവളുടെ ജോലി കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എന്ന് കരുതി അവൾ ഫോൺ എടുത്തപ്പോഴാണ് അവൾക്കുള്ള ഫുഡ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡെലിവറി ബോയ് അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. ഇറങ്ങി ചെന്നപ്പോഴാണ് അറിയുന്നത് ഷിയാനാണ് ഓർഡർ ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്നത്. വെറുതെ ഓർഡർ ചെയ്യുകയല്ല, അവളുടെ ഇഷ്ടമുള്ള ഐറ്റമാണ്. അത് ചൂട് പോകാതെ കൊണ്ടുവരാനുള്ള തെർമൽ ഫ്ലാസ്ക് എവിടെ കിട്ടും എന്ന് പറഞ്ഞു കൊടുത്ത് അതുവരെ വാങ്ങിപ്പിച്ചിട്ട് അതിലാണ് സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ബോയ് ഫ്രണ്ടിനോട് നല്ലൊരു റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറയണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടാണ് അയാൾ പോയത്. ഗ്രീൻ ഒനിയൻ അവൾക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അത് ഒഴിവാക്കിയിട്ടാണ് അവനത് ഓർഡർ ചെയ്തിരുന്നത്. അവൻ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നത് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സാധനം കിട്ടിയെന്ന് അറിയിക്കാൻ അവൾ അത് തുറന്നു വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കുന്നു. അടുത്ത തവണ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ആഗ്രഹം എന്നും മെസ്സേജ് അയക്കുന്നു. അടുത്ത ദിവസം തന്നെ ഷുയി എങ്ങോട്ടാണ് ചെല്ലേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. വിവരം അറിഞ്ഞപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഏരിയയാണത്. കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വെറുതെ അങ്ങോട്ടേക്ക് പോയി റിസ്ക് എടുക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പോകുന്നില്ല എന്നൊക്കെയാണ് അവളോട് പറഞ്ഞതെങ്കിലും സമയമായപ്പോൾ ഷുയി അവൻ പുറ സ്ഥലത്തെത്തുന്നുണ്ട്. അവൻ തന്നെയാണ് അവളെ വെൽക്കം ചെയ്തത്. ലൈവ് സ്ട്രീമിംഗ് തുടങ്ങാൻ കുറച്ചുകൂടി സമയം ബാക്കിയിട്ടിരുന്നില്ല. അവൻ തന്നെ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി കാണിക്കുന്നു. ഓഫീസിനകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ റോബോട്ട് അവരെ വെൽക്കം ചെയ്യാനേ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് തന്നെ അവൾക്ക് കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. പുതിയ കമ്പനിയാണ്, ഈ മാസം എല്ലാം സെറ്റ് ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ എന്ത് ബിസിനസ്സാണ് അവൻ തുടങ്ങുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ ലൈവ് സ്ട്രീമിംഗ് കണ്ടാൽ മതി, അതിനുള്ള സമയമായി എന്ന് പറഞ്ഞവൻ അതിനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അതിനുള്ളതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിദേശത്തായിരുന്ന സമയത്ത് സ്വന്തമായി ചാനലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു പുതിയ കാര്യമല്ല. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ അത് കാണാനുള്ള ചാൻസ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത് തന്നെ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ട് അവൻ സ്ട്രീമിങ്ങിന് കയറിയിരിക്കുന്നു. ഷുയി അതിൻ്റെ ഒരു സൈഡിലായാണ് ഇരിക്കുന്നത്. സ്ട്രീമിംഗ് തുടങ്ങിയ സമയത്ത് അവൻ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അവൻ്റെ ഇംഗ്ലീഷ് പേര് ജാക്സൺ ഇ എന്ന് പറയുന്നത് ഷുയി കേൾക്കുന്നു. ഈ പേര് എവിടെ പരിചയം തോന്നിയതിനാൽ അവൾ ഉടൻ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് പോപ്പുലറായ ചിപ്പ് ജീനിയസ് ജാക്സൺ ഇ ആണ് അവൻ എന്നാണ് അവൾ അറിയുന്നത്. 14 വയസ്സ് മുതൽ സെമി കണ്ടക്ടറുകളെ കുറിച്ച് താല്പര്യത്തോടെയുള്ള പഠനത്തിലാണ്. അതിൻ്റെ PhD വരെ എടുത്തു കഴിഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ ഫ്രണ്ട്സായി ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ സക്സസ്ഫുൾ ആയി. വേറെ കുറേ പ്രൊജക്റ്റുകളിൽ നിന്നും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞ് അവൾ ആകെ ഷോക്കാകുന്നു. അപ്പോഴാണ് അവൻ ഇവിടെ ഡാർക്ക് ഫോഴ്സ് ടെക്നോളജി എന്ന ഒരു കമ്പനി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് അവൻ അനൗൺസ് ചെയ്തത്. അവൻ തനിച്ചല്ല, ഒരു പാർട്ട്ണർ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ട്ണറെ വിളിച്ചപ്പോഴാണ് അവൾ ശരിക്കും ഷോക്കായത്. ഷിയാൻ മുമ്പ് യുവിൻ്റെ സഹായത്തോടെ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിച്ച് ഷെങ്കാങ്ങിൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച ബ്രൂസ് ആയിരുന്നു ഇയാങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാർട്ട്ണർ. ഷിയാനുമായി പറഞ്ഞുറപ്പിച്ചിരുന്നൊക്കെ തെറ്റിച്ചാണ് അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതാണ് അവളെ ഞെട്ടിച്ചത്. ഈ പ്രശ്നം ഷിയാനെ ശരിക്കും ബാധിക്കുമല്ലോ എന്നോർത്ത് അവളാകെ ടെൻഷനാകുന്നു. ലൈവ് സ്ട്രീമിംഗ് കണ്ട് ഗുവാൻജി ഫോണുമായി ചെന്നത് കാണിച്ചപ്പോഴാണ് ഷിയാൻ വിവരം അറിയുന്നത്. യുവും ആ സമയത്ത് വിവരം പറഞ്ഞവന് മെസ്സേജ് ഇടുന്നുണ്ട്. ഷെങ്കാങ്ങിനെ കണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാനായി അവൻ അപ്പോൾ തന്നെ പുറപ്പെടാൻ തുടങ്ങിയെങ്കിലും കമ്പനിയിലെ സീനിയർ അങ്കിൾമാർ അവനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഷിൻ വിവരം അറിയിക്കുന്നു. അപ്പോൾ തന്നെ അവൻ ആകെ ടെൻഷനാകുന്നുണ്ട്. ലൈവ് സ്ട്രീമിംഗ് കഴിഞ്ഞപ്പോൾ ഇയാങ് ഷുയിയെ ബ്രൂസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴേക്കും യു അയാളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കുറച്ച് മാറി നിന്നാണ് അയാൾ സംസാരിച്ചത്. ഇക്കാര്യത്തിൽ ഇനി തമ്മിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല, തീരുമാനമെടുത്തു കഴിഞ്ഞു. ഷിയാൻ വളരെ ഗ്രേറ്റ് ആണ്, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടാകുന്നത് ഇയാങ് ആണ്. അവൻ ഈ ഫീൽഡിൽ ഒരു ജീനിയസ് ആണ്, അതുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് എനിക്ക് നേട്ടം. വിവരം ഷെങ്കാങ്ങിനോട് പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ ബ്രൂസ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഷുയി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇയാങ് അവളുടെ അടുത്തേക്ക് ചെന്ന് ഇൻ്റർവ്യൂ എന്നത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിക്കുന്നു. കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് ഒരു ഡേറ്റ് അറിയിക്കാമെന്നാണ് അവൾ പറഞ്ഞത്. അവൻ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും ടാക്സി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവൾ പോകുന്നു. അവൾ പോകുന്നത് നോക്കി അവൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നീ ലൈവ് സ്ട്രീമിംഗ് കണ്ടിരുന്നോ, അവിടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അവൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവനൊന്നും നോക്കുന്നത് പോലുമില്ല. എങ്ങനെ നോക്കാനാണ്? അവനെ അങ്കിൾമാർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയാണ്. അവർക്ക് എന്തുത്തരം നൽകണമെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ് അവനിപ്പോൾ. മെസ്സേജ് വരുന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഷുയി ഒരു സമാധാനമില്ലാതെ വണ്ടി അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവൾ ഷെന്നെ വിളിപ്പിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് 10 മിനിറ്റ് മുമ്പ് അവൻ പോയി എന്നറിയുന്നത്. ഷിയാൻ വീട്ടിൽ തനിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ സമയം. ആകെ വിഷമത്തിലായിരുന്നത് കൊണ്ട് ഒരുപാട് സമയം കഴിഞ്ഞാണ് അവൻ ഫോൺ എടുത്ത് നോക്കിയത്. ഇന്ന് രാത്രി അങ്ങോട്ടേക്ക് വരില്ല, കുറച്ച് ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടി മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഷിയെ മെസ്സേജ് അയച്ചിരിക്കുന്നതും ഷുയിയുടെ മിസ് കോളും എല്ലാം അവൻ അപ്പോഴാണ് കാണുന്നത്. ഏറ്റവും അവസാനം ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ റിപ്ലൈ കൊടുത്തെങ്കിലും അപ്പോഴേക്കും അവൾ വാതിൽക്കലെത്തിയിരുന്നു. വാതിൽ തുറന്നവനെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. അവൻ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ
എനിക്ക് നിനക്കൊപ്പം വൈൻ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മുമ്പ് വന്നപ്പോൾ കഴിച്ച വൈൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. അവന് കമ്പനി കൊടുക്കുകയാണ് അവളുടെ ഉദ്ദേശം. സ്റ്റോക്ക് ഇരിപ്പില്ല എന്നറിഞ്ഞപ്പോൾ അവൻ കുടിക്കുന്ന എന്തായാലും അത് തന്നെ മതിയെന്ന് അവൾ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോഴും അവൻ മൂടായിരിക്കുന്നത് കണ്ട് ഇതിനൊപ്പം നമുക്കൊരു ഗെയിം കൂടി കളിക്കാമെന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ചെന്തോ കളിയും കളിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും കമ്പനി കൊടുക്കാൻ അടിച്ചു തുടങ്ങി അവൾ ഏകദേശം ഫിറ്റ് ആകുന്നുണ്ട്. ആ സമയത്താണ് അവൻ മനസ്സ് തുറന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. ബ്രൂസ് ഇങ്ങനെ പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കും എന്നറിയില്ല. എന്തുകൊണ്ടാണ് ബ്രൂസ് പോയത്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അങ്കിൾമാർ ചോദ്യം ചെയ്തപ്പോൾ അതിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവൻ പറയുന്നു. ഷീ പറ്റാവുന്ന പോലെയൊക്കെ അവനെ സമാധാനിപ്പിക്കുന്നു. അവളുടെ കരിയർ തുടങ്ങിയ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്ത ഫെയിലുകളും പിന്നീടുണ്ടായ സക്സസും ഒക്കെ അവനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവൾ പറയുന്നുണ്ട്. എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാൻ അവന് കഴിയും, അതിനുള്ള കഴിവ് അവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇടയ്ക്ക് എന്താ പറയാൻ തുടങ്ങിയിട്ട് സമ്മതിക്കാതെ അവൾ അവൻ്റെ വാ തപ്പിപ്പിടിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾ പിടിവിട്ടിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ അനുവദിക്കുന്നു. എനിക്ക് നിന്നെ കിസ് ചെയ്യാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. ഷീ തലേ ദിവസം രാത്രി വന്ന് സംസാരിച്ച് കുറച്ച് എനർജി നൽകിയതുകൊണ്ടാവണം ഷിയാൻ അടുത്ത ദിവസം രാവിലെ തന്നെ ഓഫീസിലേക്ക് തിരികെ എത്തുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബ്രൂസ് കമ്പനി വിട്ടു പോയതിന് നഷ്ടം എങ്ങനെ നികത്താം, പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് അവനിപ്പോൾ ചിന്തിക്കുന്നത്. ഷീ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നു. വീക്കെൻഡ് ആയിട്ട് പോലും അവൻ രാവിലെ തന്നെ ഓഫീസിൽ എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. വീക്കെൻഡിൽ അവളോടും അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നല്ലോ. ഏത് കളർ ഡ്രസ്സ് ധരിച്ച് പോകണം, ജോലിയുടെ ഭാഗമായി പോകുന്നത് കൊണ്ട് ഒരുപാട് ഒരുങ്ങിപ്പോകുന്നത് ശരിയാകുമോ, അവന് ചുവപ്പ് കളർ ഇഷ്ടമായത് കൊണ്ട് ആ കളർ ധരിച്ചാലോ, ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചതെങ്കിലും ചിലപ്പോൾ അവന് തൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാനായിരിക്കുമെന്ന് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിച്ച് അവൾ പോകാൻ റെഡിയാകാൻ തുടങ്ങുമ്പോഴാണ് ഷിയെ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പോഴാണ് അന്ന് അവർക്കൊപ്പം RTRലേക്ക് ചെല്ലാൻ ഏറ്റിരിക്കുന്നതിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. പിന്നെ ഫോൺ എടുത്ത് പെട്ടെന്ന് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് വിവരം പറഞ്ഞ് അവൾ ഷിയാന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. പക്ഷെ അസൂയ കയറിയിട്ട് അവൻ അന്നത്തെ ദിവസം മുഴുവൻ കുളമാക്കിയാലെന്ന് പേടിച്ച് അവൾ മെസ്സേജ് ഒന്നും അയക്കാതെ തന്നെ റെഡിയായി പുറപ്പെടുന്നു. ഷിയ രാവിലെ തന്നെ റെഡിയായി നിൽക്കുകയായിരുന്നതിനാൽ അവളുടെ അടുത്തേക്ക് ചെന്ന് അവർ ഒരുമിച്ചാണ് ഗ്യാലറിയിൽ എത്തിയത്. അവർ ചെല്ലുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഷുയിക്ക് ഈ ഫീൽഡിൽ വലിയ ധാരണയൊന്നുമില്ല. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഷിയെ അവളോട് പറയുന്നുണ്ട്. ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും അത് വരച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചും അവൾ വാതൊരാതെ ഓരോന്ന് പറയാൻ തുടങ്ങുന്നു. അവൾക്ക് ഈ ഫീൽഡിൽ ഇത്രയധികം അറിവുണ്ടായിരുന്നു എന്ന് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഷുയി രഹസ്യമായി ചോദിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി രാത്രി ഉറങ്ങാതെ കുത്തിയിരുന്ന് ഇന്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ തലയിൽ നിന്ന് പോയി. ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധവുമില്ല. എന്തായാലും ഷുയെ പോലെ തന്നെ യുവും തനിക്ക് ഇക്കാര്യത്തിൽ നല്ല അറിവുണ്ടെന്ന് വിശ്വസിച്ച് കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും അവൻ്റെ അടുത്ത് പോയി നിന്ന് ചിത്രങ്ങളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവൾ യുവിനൊപ്പം ഡേറ്റിന് പോയോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ മെസ്സേജ് അയക്കുന്നത്. എന്തോ പറഞ്ഞ കൂട്ടത്തിൽ യുവിൻ്റെ അമ്മയ്ക്കൊപ്പം ഗാലറിയിൽ അന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉള്ളതിനെക്കുറിച്ചും അവളുടെ അമ്മ പറയുന്നു. സംശയം തോന്നി അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൾ എടുത്തു നോക്കിയപ്പോഴാണ് അവർ ആർട്ട് ടീച്ചറാണ് എന്ന് അവൾ അറിയുന്നത്. അപ്പോൾ അവനും എന്തായാലും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷിയെ അവൻ്റെ മുന്നിൽ ഓരോന്ന് വെറുതെ മോശമാണ്ടല്ലോ എന്ന് കരുതി ഷുയി പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് വിവരം പറയുന്നു. ഷിയ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാകുന്നുണ്ട്. അമ്മ ആർട്ട് ടീച്ചറാണെന്ന് കരുതി അവൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ല. നിന്റെ അച്ഛനും മകളും ഒക്കെ ഫിനാൻഷ്യലാണെങ്കിലും നിനക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലോ, ഇതും അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഷുയി അവളെ സമാധാനിപ്പിക്കുന്നു. കുറച്ച് സമയം അവർക്കൊപ്പം ചുറ്റി നടന്നിട്ട് ഓഫീസിൽ കുറച്ച് ജോലി ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ഷുയി സ്ഥലം വിടുന്നു. യുവിനെ തനിച്ച് കിട്ടിയിട്ട് പെട്ടെന്ന് വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവനെ പിടിച്ചു നിർത്താൻ ഒരു കാരണം ഉണ്ടാക്കാനായി ഷിയെ ഉടൻ തന്നെ സിനിമയ്ക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ അത് വേസ്റ്റാക്കാത്ത നമുക്ക് 2 പേർക്കും കൂടി പോയാൽ എന്ന് അവനോട് ചോദിക്കുന്നു. 3 പേരുണ്ടായിട്ട് എന്താണ് അവൾ 2 ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അവൾക്ക് മണ്ടത്തിന് മനസ്സിലാകുന്നത്. എന്തായാലും കുറച്ച് ഫ്രീ ടൈം ഉള്ളത് കൊണ്ട് അവൾക്കൊപ്പം സിനിമ കാണാൻ ചെല്ലാൻ അവൻ തയ്യാറാകുന്നു. കുറച്ച് നാണം കേടേണ്ടി വന്നെങ്കിലും റിസൾട്ട് കിട്ടിയത് കൊണ്ട് അവളും ഹാപ്പി ആകുന്നുണ്ട്. നൽകേണ്ടിയിരുന്ന ഏതോ റിപ്പോർട്ടിനെ കുറിച്ച് ഷെന്നോട് അന്വേഷിച്ചപ്പോഴാണ് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് ആർക്കെങ്കിലും ഒപ്പം പുറത്തു പോയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഷുയി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്താത്തത് കൊണ്ട് അവൾ യുവിനൊപ്പമാണ് പോയിരിക്കുന്നതെന്ന് അവന് സംശയം തോന്നുന്നു. അതൊന്നും ഉറപ്പിക്കാനായി ഷിയ ആർക്കൊപ്പമാണ് എക്സിബിഷന് പോയിരിക്കുന്നതെന്ന് അവൻ അവൾക്ക് മെസ്സേജ് ചോദിക്കുന്നു. ഷുയിയും നേരത്തെ അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് ആയിരുന്ന ഫ്രണ്ടും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവർക്കൊപ്പം തന്നെയാണ് എന്ന് അവന് മനസ്സിലാകുന്നു. അത് അവനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എനിക്കൊപ്പം ഓർഡർ ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് വരാത്തത് എന്ന് ചോദിച്ച് അവൻ ഷുയിക്ക് മെസ്സേജ് അയക്കുന്നു. അവൾ അപ്പോഴേക്കും ആ ബിൽഡിങ്ങിൽ എത്തിയിരുന്നു. അവൻ തനിക്കൊപ്പം സമയം ചെലവാക്കാൻ വേണ്ടിയായിരിക്കും വിളിപ്പിക്കുന്നതെന്നാണല്ലോ അവൾ കരുതിയിരിക്കുന്നത്. പക്ഷെ അവൾ യുവിനൊപ്പം പോയതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൾക്ക് ശരിക്കും പണി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 8th ഫ്ലോറിൽ പോയി അവിടെ വെച്ചിരിക്കുന്ന കുറേ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് അവൻ്റെ ഓഫീസിലേക്ക് ചെന്നാൽ മതി എന്ന് അവൻ മെസ്സേജ് ഇടുന്നു. വീക്കെൻഡായിട്ടും ശരിക്കും പണിയെടുക്കേണ്ടി വരുമല്ലോ, ഇവനതൊക്കെ സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോലെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ ലിഫ്റ്റിനടുത്തേക്ക് പോയത്. അതേസമയത്ത് തന്നെ അവളുടെ ശത്രു ഷിനും അതിൽ വന്ന് കയറുന്നുണ്ട്. മുമ്പ് ഷുയെ പോസ്റ്റ് ആക്കിയതിന് മാനേജർ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലല്ലോ. ഇന്നിങ്ങനെ ഒരു വീക്കെൻഡിൽ അവൾ അവിടേക്ക് വന്നത് കൂടി കണ്ടപ്പോൾ മാനേജറും അവളും തമ്മിൽ എന്തോ അഫയർ ഉണ്ട് എന്ന് ഷിൻ തെറ്റിദ്ധരിക്കുന്നു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാനേജറുടെ വൈഫ് ഒരു സ്വകാര്യ പത്രത്തിന്റെ MD ആണ്. അവരുടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അതിന്റെ ദോഷഫലങ്ങൾ വലുതായിരിക്കും എന്നൊക്കെ അവൾ ഷുയിക്ക് ഉപദേശം നൽകുന്നു. ഷുയിക്ക് ആദ്യം എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലായപ്പോൾ അവൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. തന്റെ ബോയ്ഫ്രണ്ടിൽ നിന്ന് തട്ടിയെടുത്ത ഇങ്ങനൊരു ഉപദേശം നൽകുന്ന എന്താണെന്ന് ചോദിച്ച് അവൾ ഷിന്നെ പരിഹസിക്കുന്നു. വേറെ ആളുകളൊക്കെ അതുവഴി പോകുന്നതിനാൽ കൂടുതലൊന്നും പറയാതെ ഷിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ഫ്ലോറിലായിരുന്നു
ഷൂയ്ക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. വലിയൊരു കെട്ട് ഡോക്യുമെന്റ്സ് ആയിരുന്നു അവിടെ അവളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഇന്ന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ സിനിമയ്ക്ക് കൂടെ വന്നത് മാർട്ടിനെ കുറിച്ച് നല്ല അറിവുണ്ടായിട്ട് തൻ്റെ പൊട്ടത്തരമെല്ലാം കേട്ടിരുന്നതൊക്കെ തന്നോട് ഫീലിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് ഷിയ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. മയങ്ങി വീഴുന്ന പോലെ അവൻ്റെ തോളിലേക്ക് ചായാൻ അവൾ 1-2 തവണ ശ്രമിച്ചതാണ്. പക്ഷേ 2 ചീറ്റി പോകുന്നുണ്ട്. അവൾ ടയേർഡ് ആണെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാം എന്നുകൂടി അവൻ പറഞ്ഞപ്പോൾ അവൾ ആകെ വെട്ടിലാകുന്നു. ഡോക്യുമെന്റുമായി ചെല്ലുമ്പോൾ ഷിയാൻ ആരുമായ ഫോണിൽ സംസാരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ അതൊക്കെ അവിടെ വെക്കാൻ അവൻ പറയുന്നു. അവൾ അവിടെ ഇരുന്ന് ഡോക്യുമെന്റ്സ് നോക്കാൻ തുടങ്ങിയ ശേഷമാണ് അവൻ കാൽ കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചെന്നത്. അവന് റെഡ് കളർ ഇഷ്ടമായതുകൊണ്ട് റെഡ് കളർ ഡ്രസ്സാണ് അവൾ ധരിച്ചിരുന്നത്. നന്നായി ഒരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നിരിക്കുകയാണോ എന്ന് അവൻ ചോദിച്ചെങ്കിലും അവനെ ഇംപ്രസ് ചെയ്യിക്കാൻ തന്നെയാണ് അങ്ങനെ റെഡിയായി വന്നതെന്ന് അവൾ പറയുന്നു. അവൾ എക്സിബിഷന് പോയ കാര്യം അറിഞ്ഞതായി അവൻ പറയുന്നില്ല. അവനും അവിടെ നിന്ന് ആ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം വളരെ സീരിയസ് ആയിട്ടാണ് ഇരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് റൊമാൻറ്റിക് ആക്കുന്നുണ്ട്. ഓഫീസാണെന്ന് അവൾ ഓർമ്മിച്ചിട്ട് പോലും അവനത്ര മൈൻഡ് ചെയ്യുന്നില്ല. ലഞ്ച് അങ്ങോട്ടേക്ക് വരുത്തി അവിടെ ഇരുന്ന് തന്നെ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവനൊരു മീറ്റിങ്ങിന് പോകുന്നു. നേരത്തെ അവൻ റൊമാൻറ്റിക് സംസാരിച്ച സമയത്തൊക്കെ ഷൂയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അതിനെക്കുറിച്ച് റൂവോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. കരിയറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പ്രതികാരം തീർക്കാനും ഒക്കെയാണല്ലോ ആദ്യം അവൾ അവനെ സമീപിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ലക്ഷ്യമൊക്കെ മറന്ന് അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും സ്വന്തം കൺട്രോൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നു. അവനും എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച ശേഷം അവൾ സോഫയിലേക്ക് കിടക്കുന്നു. അറിയാതെ മയങ്ങിപ്പോകുന്നു. റുവോ അവളുടെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുവാൻജി സ്ഥിരം സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്ന അവൾ കണ്ടത്. ഷൂയ്ക്ക് റിപ്ലൈ നൽകിയിട്ട് അവൾ റെഡിയായി അപ്പുറത്തേക്ക് പോകുന്നു. ഷിയാൻ മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് സ്റ്റാഫായി ഓഫീസിലേക്ക് വന്നപ്പോൾ ഷീ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ട് അവരോട് കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കാലൊക്കെ പിടിച്ച് നേരെ കിടത്തി കോട്ടെടുത്ത് പുതപ്പിച്ചു കൊടുത്തെങ്കിലും അവൾ അതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. അവനായിട്ട് ഉണർത്തുന്നതുമില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നുണ്ട്. സ്ഥലകാല ബോധമില്ലാതെ അവൾ ആദ്യം ചെയ്തത് റുവോ അയച്ചിരിക്കുന്ന റിപ്ലൈ കേട്ട് നോക്കിയാണ്. നിന്റെ ആദ്യ ലക്ഷ്യം എന്തായിരുന്നാലും ഇപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട. അവനെ സ്വന്തമാക്കുന്നത് എന്തായാലും ജാക്ക്പോട്ട് അടിക്കുന്നതിന് തുല്യമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഒരു റിച്ച് ഫാമിലിയിലേക്ക് നിനക്ക് കല്യാണം കഴിച്ച് കയറാൻ പറ്റട്ടെ എന്നൊക്കെയാണ് റുവോ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് ഷൂയ്ക്ക് പരിസരബോധം വന്നത്. അവൾ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഷിയാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനതൊക്കെ കേട്ട് കാണുമെന്ന് ഓർത്ത് അവൾ ശരിക്കും പേടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാവമൊന്നും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. നീ എന്റെ ഓഫീസിനെ ഒരു ഹോട്ടലാക്കിയല്ലോ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് ചെയ്തത്. അവൾ സോറി പറഞ്ഞ് വേഗം ചാടി എഴുന്നേറ്റ് പോയിരുന്ന് വീണ്ടും ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ മീറ്റിങ്ങിനായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവളിനൊന്നും കേട്ടിട്ടില്ല എന്നോർത്ത് അവൾ ആശ്വസിക്കുന്നു. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിച്ച് അപ്പോൾ തന്നെ റുവോയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ റുവോ പറഞ്ഞത് ഷിയാൻ കേട്ടിരുന്നു. അത് അവനെ വല്ലാതെ കൺഫ്യൂഷൻ ആക്കിയെങ്കിലും അവളുടെ മുന്നിൽ അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു റിച്ച് ഫാമിലിയിൽ കടന്നുകൂടുക എന്ന ഉദ്ദേശത്തോടെയാണോ ഷീ തന്നെ സമീപിച്ചതെന്ന് ചിന്ത അവനെ അലട്ടുന്നുണ്ടെങ്കിലും അവളുടെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിൽ സാരമില്ല, എനിക്ക് അവളെ മാത്രം മതി എന്ന് കരുതി സമാധാനിച്ച് അവൻ മുന്നോട്ട് പോകുന്നു. ഷിയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. കുറെ കാലമായി ഇങ്ങനെ അവന്റെ പുറകെ ചുറ്റിത്തിരിക്കുകയല്ലേ. ഇങ്ങനെ ഒരുപാട് കാലം ലക്ഷ്യമില്ലാതെ വട്ടം ചുറ്റുന്നത് അവരെ കൺഫ്യൂഷനാകാൻ സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ തങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള റുവോയുടെ ഉപദേശം ഓർത്തുകൊണ്ട് അവൾ അന്ന് ഡയറക്റ്റായിട്ട് കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അവന് ഗേൾഫ്രണ്ട് ഇല്ല, തന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടോളാൻ അവൾ പറയുന്നു. ഷിയാൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഷുയി ആരുമായ ഫോണിൽ സംസാരിക്കുകയാണ്. അടുത്ത വീക്കെൻഡിൽ ആർക്കിപ്പോൾ സിറ്റി ചുറ്റിക്കറങ്ങി ഒരു ട്രിപ്പിന് പോകുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കണ്ടപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത വീക്കെൻഡിൽ ഫ്യൂഷനിൽ ഒരു ചിപ്പ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവൾക്ക് അതിന് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നു. താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ടിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ടിക്കറ്റും യാത്രാ ചെലവും താമസവും എല്ലാം അവൻ നോക്കിക്കോളാം, കൂടെ വരാൻ തയ്യാറായാൽ മാത്രം മതിയെന്ന് അവൻ പറയുന്നു. കോൺഫറൻസ് തുടങ്ങുന്നതിന് മുമ്പ് സിറ്റി കാണാൻ കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുമോ എന്നവൾ ചോദിച്ചപ്പോൾ അവനത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് കോൺഫറൻസിന് പോകാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം അവളെ അന്വേഷിച്ച് യങ് വീണ്ടും ഓഫീസിലെത്തുന്നുണ്ട്. അവൻ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടും അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. അവൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവനിപ്പോൾ പോപ്പുലറാണ്. അതുകൊണ്ട് യുലിങ്ങിനും അവൻ്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവളൊരു കപ്പ് കോഫിയുമായി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഇന്റർവ്യൂ താൻ ചെയ്തോട്ടെ, നന്നായി ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ ഷുയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൾക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടി വരുന്നു. ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്താണ് അത്ര നിർബന്ധം എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവളുടെ എഴുതിൻ്റെ രീതി വളരെ ഇഷ്ടമാണ്. അതുമാത്രമല്ല പേഴ്സണലി അവളെയും വളരെ ഇഷ്ടമാണ്. ഇന്റർവ്യൂ അവൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ അവൾക്ക് അവനെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് കൂടിയാണ് അവൾ തന്നെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്നവൻ പറയുന്നു. ഇഷ്ടമാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ അത് റിജക്റ്റ് ചെയ്യുന്നു. അത്ര പെട്ടെന്ന് റിജക്റ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഉണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആ റിലേഷനിൽ ആവുന്ന സമയത്ത് എന്നെ പരിചയമില്ലല്ലോ. ഇപ്പോൾ കൂടുതൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാളെക്കാൾ കൂടുതൽ നല്ലതാണ് ഞാനെന്ന് തോന്നിയാൽ എന്നെ ചൂസ് ചെയ്യാമല്ലോ എന്നവൻ പറയുന്നു. ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് മറ്റാരേക്കാളും പെർഫെക്റ്റ് ആണ്. എന്തായാലും നിന്റെ ഇന്റർവ്യൂ വളരെ വലിയ കാര്യമാണ്, അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയം പിന്നീട് അറിയിക്കാം എന്നവൾ പറയുന്നു. അവൾ സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവൻ തിരികെ പോയത്. പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ചീഫ് അവനെ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷുയി ഇതുവരെ ഇന്റർവ്യൂവിന് ടൈം കൊടുത്തിട്ടില്ല എന്നറിയുന്നത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ചീഫ് അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് സംസാരിക്കുന്നു. അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ വിവരവും മറ്റും അവൾ ചീഫിനോട് പറയുന്നു. അതിനെക്കുറിച്ച് ഒരാളോടുകൂടി പറയാനുണ്ട്. അതിനുശേഷം ഇന്റർവ്യൂവിന് ടൈം നൽകാം എന്നവൾ പറഞ്ഞപ്പോൾ ചീഫ് സമ്മതിക്കുന്നു.
പ്രണയത്തിന് വേണ്ടി കരിയർ നശിപ്പിക്കരുതെന്ന് ചീഫ് ഉപദേശിച്ചപ്പോൾ പ്രണയവും കരിയറും എനിക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രണയത്തിന് വേണ്ടി ഒരിക്കലും കരിയർ നശിപ്പിക്കില്ല എന്ന് കരുതി കരിയറിന് വേണ്ടി പ്രണയവും നശിപ്പിക്കാൻ തയ്യാറില്ല. രണ്ടും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുന്നു. അവളുടെ കാഴ്ചപ്പാട് ചീഫിനെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വീക്കെൻഡിൽ നടക്കുന്ന ചിപ്പ് കോൺഫറൻസിന് ഷിയാൻ ക്ഷണിച്ചതിനെ കുറിച്ചും അവൾ പറയുന്നു. കോൺഫറൻസ് ശനിയാഴ്ച ആണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് പെർമിഷൻ നൽകണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. മുമ്പൊരു തവണ ചീഫ് അവനുമായുള്ള റിലേഷനെ പറ്റി ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കാതെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവൾ തന്നെ അതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് ചീഫ് കുറച്ച് കളിയാക്കിക്കൊണ്ട് അവളോട് ചോദിക്കുന്നു. ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലെങ്കിലും അവളുടെ റിയാക്ഷനിൽ നിന്ന് ചീഫ് അത് മനസ്സിലാക്കുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ചീഫ് ഗുവിനെ വിളിക്കുന്നു. അദ്ദേഹവുമായുള്ള റിലേഷൻ ഇതുവരെ മറ്റാരോട് പറയാൻ ചീഫ് തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോൾ ഷീ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ താൻ അദ്ദേഹത്തെ വല്ലാതെ ഒഴിവാക്കുന്നുണ്ടോ എന്ന് കുറ്റബോധം തോന്നി അവർ വിളിച്ചത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പക്ഷേ തമാശയായി തള്ളിക്കളയുന്നു. അവൾ റിലേഷൻഷിപ്പ് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാകുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഷീ അന്ന് വൈകിട്ട് ഷിയാന്റെ ഒപ്പം ഒരു ഡേറ്റിന് പോകുന്നുണ്ട്. ഇയങ്ങിനെ കുറിച്ച് അവന്റെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ചിന്തിച്ച് അവൾ ആകെ കൺഫ്യൂഷൻ ആയതിനാൽ അന്ന് അവൾ ആകെ സൈലന്റ് ആയിരുന്നു. അത് ശ്രദ്ധിച്ച് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവസാനം അവൾ വിവരം പറയുന്നുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ അവൻ സമീപിച്ച വിവരം അറിഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് അവൻ ചോദിച്ചത്. അപ്പോഴാണ് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് പോലും അതൊന്നും പ്രശ്നമല്ല, കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അവനെ ചൂസ് ചെയ്യുന്നു പറഞ്ഞതൊക്കെ അവൾ പറഞ്ഞത്. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇന്റർവ്യൂ ചെയ്യാൻ പോയാൽ അത് തങ്ങളുടെ റിലേഷനെ ബാധിക്കുമെന്നൊരു പേടിയുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവളെപ്പോലെ സുന്ദരിയും മിടുക്കിയുമായ ഒരു പെൺകുട്ടിയുടെ പുറകെ ഒരുപാട് പേർ നടക്കാൻ സാധ്യതയുണ്ട്. അവരെല്ലാം ഇങ്ങനെ മാറ്റി നിർത്താൻ പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ അവനെ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവനേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാളെയാണ് നിനക്ക് ബോയ് ഫ്രണ്ടായി കിട്ടിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. ഇനി ഒന്നല്ല 100 1000 ഇയങ് വന്നാൽ പോലും അവരൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അവനെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് എന്നവൾ പറയുന്നുണ്ട്. അവൻ അവളെക്കുറിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞതല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയുമെന്ന് ചോദിച്ച് അവൾ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു. അവളെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും അവളോടുള്ള ഇഷ്ടവും ഒക്കെ അവൻ പറയുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്ത ശേഷം അവൾ സന്തോഷത്തോടെ അവനെ കിസ് ചെയ്യുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനാൽ രണ്ടുപേരും കൂടി വെള്ളിയാഴ്ച നേരത്തെ പോകാമെന്ന് തീരുമാനിച്ചത് നടക്കില്ലല്ലോ. അവളുടെ വർക്കിംഗ് ടൈം ഇയങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ട് പേഴ്സണൽ ടൈം തനിക്ക് നൽകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. ഗുവാൻജി കോൺഫറൻസിന് പങ്കെടുക്കാമെന്ന് അറിയാവുന്നതുകൊണ്ട് റുവോയും അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ പറയുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറാറുള്ളത് കൊണ്ട് ചീഫ് മറ്റാരെയെ വിടാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. അവൾ റിക്വസ്റ്റ് ചെയ്ത് പോകാൻ പെർമിഷൻ വാങ്ങുന്നുണ്ട്. ഷീ അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ഷിയെ കണ്ടപ്പോഴാണ് എക്സിബിഷൻ കഴിഞ്ഞ് യു അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടിരുന്നതെന്നൊക്കെ അന്വേഷിച്ചത്. യുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവും ഒരുമിച്ച് സിനിമയ്ക്ക് പോയ വിവരവും അവൾ പറയുന്നു. അവൻ തിരികെ വീട്ടിൽ കൊണ്ടുവിടുന്ന സമയത്ത് അവന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞെങ്കിലും അവൻ ഒഴിഞ്ഞു മാറിയതുമൊക്കെ അവൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് യുലിങ് ഷുയുടെ അടുത്തേക്ക് വന്നത്. അവൾ ഈ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ സമ്മതിച്ചു എന്നറിഞ്ഞ് അതിന്റെ കലിപ്പിലാണ് അവൾ വന്നിരിക്കുന്നത്. ലീവ് എടുത്തിരിക്കുന്ന വിവരവും അവൾ അറിഞ്ഞിരുന്നു. ചിപ്പ് കോൺഫറൻസിന് പോകാനാണ് ലീവ് എടുത്തത് എന്ന് യുലിങ് ചോദിക്കുന്നു. കലം അവളോട് അത് പറയേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്നാണ് ഷുയി പറഞ്ഞത്. യുലിങ് പോയി കഴിഞ്ഞപ്പോൾ ഷിയെ കോൺഫറൻസിനെ പറ്റി കൂടുതൽ തിരക്കുന്നു. യു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ അത് ഒഴിവാക്കാൻ സാധ്യതയില്ല. 100% അറ്റൻഡ് ചെയ്യാനാണ് സാധ്യത എന്ന് ഷുയി അറിഞ്ഞ് ഉടൻ തന്നെ അവൾ ഗുവാൻജിക്ക് മെസ്സേജ് അയച്ച് അവൻ കോൺഫറൻസിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ പറയുമ്പോൾ അവൻ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് റുവോ അവനെ വിളിച്ചിട്ട് താനും കോൺഫറൻസിന് പോകുന്നുണ്ട്, അവന്റെ വണ്ടിയിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചത്. ഷിയെ കൂടെ ഉള്ളത് കൊണ്ട് അവളെ ഒഴിവാക്കേണ്ടി വരുന്നു. കൂടെ ഒരാളുള്ളത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അവൾ കുഴപ്പമില്ല, മറ്റാരുടെയെങ്കിലും കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. സത്യത്തിൽ അവൻ്റെ ഒപ്പം പോകാൻ വേണ്ടി മാത്രമാണ് അവൾ ഇതിനുള്ള പെർമിഷൻ ചോദിച്ച് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും നിരാശയായിരുന്നു. ഷുയി ഇയങ്ങിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. അവളെ കണ്ടപ്പോൾ തന്നെ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട് എന്ന് പുകഴ്ത്താൻ അവൻ മറക്കുന്നില്ല. അവന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ബിസിനസ്സിന്റെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അവൾ ഇന്റർവ്യൂ ചെയ്യുന്നു. ഷിയെ പിക്ക് ചെയ്യാനെത്തിയ ഗുവാൻജി വളരെ മൂഡഫായിരിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് അവൾ അന്വേഷിക്കുന്നു. കാരണം അവളാണ് എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന ഷുയി പുറപ്പെടാൻ റെഡിയായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാൻ വിളിച്ചിട്ട് അവളെ പിക്ക് ചെയ്യാനായി ഡ്രൈവർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുന്നു. അവനവിടെ എന്തൊക്കെ ആവശ്യങ്ങളുള്ളത് കൊണ്ട് അവൻ നേരത്തെ തന്നെ പോയി കഴിഞ്ഞിരുന്നു. ഷുയി താഴേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് അവളുടെ എക്സ് ഷിൻഷു അവളെ കാണാനേ അവിടെ എത്തുന്നു. ഷിൻ പറഞ്ഞ് അവളുടെ ഇപ്പോഴത്തെ അഫെയറിനെ കുറിച്ച് അറിഞ്ഞ് ഉപദേശിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അവൾ ആരുമായും റിലേഷൻഷിപ്പിലാവുന്നതിൽ എതിർപ്പില്ല, പക്ഷേ വിവാഹം കഴിഞ്ഞ ഒരാളുമായി ഇങ്ങനെ അഫെയർ ഉണ്ടാകുന്നത് ശരിയല്ല എന്നൊക്കെ അവൻ ഉപദേശിച്ചപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ചീറ്റ് ചെയ്ത് അവന് ഇങ്ങനെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടുന്നു. മാത്രമല്ല അവൻ വിചാരിക്കുന്ന പോലെ വിവാഹം കഴിഞ്ഞ ഏതെങ്കിലും വയസ്സനല്ല തൻ്റെ ബോയ് ഫ്രണ്ട്, അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അങ്കിളാണ് എന്നും അവൾ പറയുന്നു. അതറിഞ്ഞപ്പോൾ എന്നോട് പ്രതികാരം ചെയ്യാനാണോ നീ ഇങ്ങനെ ഒരു റിലേഷൻ തുടങ്ങിയതെന്ന് ചോദിച്ചെങ്കിലും അവൾ അതിന് മറുപടി നൽകാതെ കാറിൽ കയറി പോകുന്നു. ആ കാർ മുമ്പ് ഗേൾ ഫ്രണ്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുള്ളതിനാൽ അവൾ പറഞ്ഞ് സത്യം തന്നെ ആയിരിക്കണം എന്നവൻ ഊഹിക്കുന്നു. അവൾ കാറിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷിയാൻ വിളിക്കുന്നുണ്ടെങ്കിലും തിരക്ക് കാരണം അവൻ അധികം സംസാരിക്കാൻ കഴിയുന്നില്ല. രാത്രി കാണാം എന്ന് പറഞ്ഞ് അവൻ വെക്കുന്നു. ഷിങ്ഷു പറഞ്ഞതുപോലെ തന്നെ ഷിയാനുമായിട്ടുള്ള റിലേഷനെ പറ്റി അറിയുമ്പോൾ മറ്റുള്ളവരും അവനോട് പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ ഒരു റിലേഷനിൽ താൻ ആയത് എന്ന് പറയുമല്ലോ എന്ന് ചിന്തിച്ച് അവൾ ആകെ വിഷമിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.